Good morning, all. Good morning. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊക്കെ ഓർമ്മയുണ്ടോ? നമ്മള് കുറച്ച് അധികം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു അല്ലേ? ഇപ്പോ ട്രെയിനിങ് ആൻഡ് മെത്തേഡ് ടെക്നിക്സ് വരെയാണ് എടുത്തത് അല്ലേ? ട്രെയിനിങ് മെത്തേഡ്സ് ടെക്നിക്സ് അവിടെ വരെയാണ് എടുത്തത്. നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? വായിച്ചിരുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ഏതെങ്കിലും ഭാഗത്ത് ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? അടുത്ത ഭാഗം എടുത്ത് തുടങ്ങിക്കോട്ടെ. എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം. ഈ ഗ്രൂപ്പ് ഒന്നുകൂടി പറയാം. ഓക്കെ, പറയാം. ഓക്കെ, ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാം എന്നുള്ള കാര്യമാണ് കണ്ടത്. ടി ഗ്രൂപ്പിൽ നിങ്ങൾ എടുത്ത് പറയുന്നത് എന്താണ്? ടി ഗ്രൂപ്പ് ട്രെയിനിങ് എന്താണ്? ഓർ ടി ഗ്രൂപ്പ് ഈസ് കൈൻഡ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ്. അതായത് അത് ആ ഗ്രൂപ്പ് ഫോർമാറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ബേസിലാണ്, അതായത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ലേണിംഗ്, അതിൽ നിന്നാണ് അവര് ലേൺ ചെയ്തെടുക്കുന്നത്, പഠിക്കല് നേടിയെടുക്കുന്നത്, അറിവ് നേടിയെടുക്കുന്നത് അല്ലെ. നോക്കുക എന്താണ്? പാർട്ടിസിപ്പൻസ് വർക്ക് ടുഗദർ ഇൻ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് 14 പീപ്പിൾ അല്ലെ. അവിടെ ഒന്നിച്ചു നിന്നാണ് വർക്ക്, ഒരു 8-14 പീപ്പിൾസ് ഒന്നിച്ചു നിന്ന് ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഓഫ് ലേണിംഗ് കംസ് ടു അനലൈസ് ഓഫ് ദിയർ ഓൺ എക്സ്പീരിയൻസസ്. അവിടെ എന്താണ് ഇങ്ങനെ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്താണ് അവർ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഓരോ എക്സ്പീരിയൻസുകളൂടി പങ്കുവയ്ക്കും. ഓക്കെ, എനിക്ക് ഇങ്ങനെയുള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കേണ്ട കാര്യങ്ങൾ ഇതായിരുന്നു അല്ലെ. ഇപ്പൊ ചിലപ്പോൾ ഹോസ്പിറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ, ചിലപ്പോൾ ബിഹേവിയർ ഇച്ചിരി കൂടി അല്ലെ സ്ട്രെസ് കൊടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ടൊക്കെ ചിലപ്പോൾ എന്താണ് അവർക്ക് പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആദ്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്തത് അല്ലെ. അങ്ങനെ ഓരോ ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കും. അപ്പൊ അവർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ഇതൊക്കെയാണ്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ റോങ് ആയി പോയി അല്ലെ. അവരുടെ പരസ്പരം അവരുടെ എക്സ്പീരിയൻസുകളാണ് അവിടെ ഷെയർ ചെയ്തത്. ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് പരസ്പരം അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ പെട്ടെന്ന് തന്നെ പഠിക്കാനായിട്ട്, അവിടെയുള്ള എല്ലാവർക്കും തന്നെ പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? നമ്മളൊരു വർക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് ചെയ്ത് നിർവഹിക്കുന്നതോടൊപ്പം ആ വർക്കിനോടൊപ്പം തന്നെ അവരുടെ അനുഭവങ്ങൾ കൂടി പങ്കുവെക്കും. അങ്ങനെ പങ്കുവെക്കുമ്പോൾ എന്താണ് അവർക്ക് അല്ലെ മനസ്സിലാക്കേണ്ട, എല്ലാവർക്കും ട്രെയിനിങ്ങിനായിട്ടുള്ള വ്യക്തികൾക്കെല്ലാം തന്നെ എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അവർ ചെയ്തത് റോങ് ആയിട്ട് ഇങ്ങനെ ചെയ്യേണ്ടതായാലും ഇങ്ങനെ ചെയ്തത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അവർക്ക് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പറയുമ്പോഴെന്താണ് പെട്ടെന്ന് തന്നെ ട്രെയിനീസിന് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അവരുടെ ധാരണകള് അല്ലെങ്കിൽ റിയാക്ഷൻസുകള് എല്ലാം, അവരുടെ പെരുമാറ്റ രീതികളെല്ലാം തന്നെ എല്ലാവരുടെ മുമ്പിൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ ലേൺ ചെയ്തെടുക്കാനായിട്ടും സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെയാണോ? പറഞ്ഞു ഓക്കെ എന്ന്. മറ്റാർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്? അത് വിലയിരുത്തൽ അല്ലെ, പ്രകടനം വിലയിരുത്തുന്ന ഒരു ഇതാണ്. അതിൽ എന്താണെന്ന് വെച്ച് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെന്റ്സ്. ഓക്കെ, അതായത് ഒരു ജോലി അതിന്റെ ആവശ്യകത അനുസരിച്ചിട്ട്
ആ എംപ്ലോയീസിനെ അലോട്ട് ചെയ്തിരിക്കുന്ന ജോലി അത് എത്ര നന്നായിട്ടാണ് അദ്ദേഹം അത് പ്രകടിപ്പിച്ചിരിക്കുന്നത് അല്ലെ. അവരുടെ വർക്കില് അവരുടെ പ്രകടനം എടുത്തു നോക്കുമ്പോൾ ഓക്കെ ആണോ, അവർ ഉദ്ദേശിച്ച തന്നെ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് ആ തൊഴിലാളിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ നോട്ട് ചെയ്ത് പോവുക. പോയിന്റ് പെർഫോമൻസ് അപ്രൈസൽ ഇസ് എ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെന്റ്സ്. ഓക്കെ, ഇനി പെർഫോമൻസ് ഇവാലുവേഷൻ പ്രോസസ് ഇൻക്ലൂഡ്സ് നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ വിലയിരുത്തൽ എന്ന് പറയുന്ന ആ പ്രക്രിയ അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അത് ഉൾക്കൊള്ളുന്നത്. ഫസ്റ്റ് വൺ, എസ്റ്റാബ്ലിഷ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു വ്യക്തിക്ക് ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലേ നമ്മൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഇത്ര പേഷ്യൻസിനെ നോക്കണം അല്ലെ, അതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇത്രമാത്രം കാര്യമാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നേരത്തെ കൂട്ടി തയ്യാറാക്കിയ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ കൺവേ പെർഫോമൻസ് എക്സ്പെക്ടേഷൻ ടു എംപ്ലോയീസ്. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എന്താണ് ഈ എംപ്ലോയിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യുക അല്ലെ, ആ ഒരു കാര്യം കൂടി അവിടെ അധികമായിട്ട് ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാനായിട്ട് സാധിക്കും അതും കൂടിയും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു ഇത്രയുമാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത്. ഇത് നല്ല ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയതുകൊണ്ട് ഇത്രയും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അതും കൂടിയും എക്സ്പെക്ടേഷൻ കൂടിയും അവര് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദെൻ മെഷർ റിയൽ പെർഫോമൻസ്. ദെൻ എന്താണ് ആക്ച്വലി ചെയ്യേണ്ട ഡ്യൂട്ടി ചെയ്ത് കഴിയുമ്പോൾ റിയൽ ആയിട്ട് യഥാർത്ഥത്തില് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് എത്രത്തോളമാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മെഷർ ചെയ്യുന്നു. ദെൻ കമ്പയർ ആക്ച്വൽ പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ്. അതിനുശേഷമുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഈ ആക്ച്വൽ ആയിട്ട് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് പെർഫോമൻസും സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അല്ലെ, ഇന്ന ഡ്യൂട്ടി ചെയ്യണം, ഇത്രമാത്രം ഉത്പാദിപ്പിക്കണം എന്നുള്ള ആ നേരത്തെ കൂട്ടിയുള്ള സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു അല്ലെ. അത് പരസ്പരം ബന്ധപ്പെടുത്തി നോക്കുന്നു, താരതമ്യം ചെയ്ത് നോക്കുന്നു. ഡിസ്കസ് ദ അപ്രൈസൽ വിത്ത് ദ എംപ്ലോയി. ഓക്കെ, അദ്ദേഹം കൂടുതൽ അതായത് സ്റ്റാൻഡേർഡിനേക്കാൾ അധികമായിട്ട് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനേക്കാൾ അധികമായിട്ടുള്ള സേവനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട് എങ്കിൽ അവര് എന്താണ് അപ്രൈസൽ അവരെ പുകഴ്ത്തുന്നു. ഇഫ് നെസസറി ബിഗൻ കറക്റ്റീവ് ആക്ഷൻ. ഇൻ കേസ് സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ് അല്ലെ ആക്ച്വൽ പെർഫോമൻസ്, അതിനേക്കാൾ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള ഫിക്സേഷനേക്കാൾ കുറവാണ് അദ്ദേഹം പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നതെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഇത്ര സ്പീഡിൽ ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യണം, എങ്കിൽ മാത്രമാണ് വിചാരിച്ച ടൈമിനുള്ളിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെ. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി നിന്ന് അല്ലെ കുറച്ചും കൂടി ഡിമോഷനൊക്കെ പ്രൊമോഷന് പകരം ഡിമോഷനൊക്കെ നിങ്ങൾക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ പ്രകടനം വിലയിരുത്തുന്ന, അതായത് വർക്ക് എത്ര മാത്രം ചെയ്തു എന്നുള്ളത് വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നുണ്ട്, ആ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതാണെങ്കിൽ ലേബിൾ ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആക്ച്വൽ ആയിട്ടുള്ള പെർഫോമൻസ് എന്താണെന്ന് നോക്കുന്നു. ദെൻ ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. താരതമ്യം ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്ന വർക്കറാണ് എങ്കിൽ അല്ലെ, അദ്ദേഹം നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അപ്രൈസ് ചെയ്യുന്നു അല്ലെ, അവരെ പുകഴ്ത്തുന്നു. ദെൻ അതിനനുസരിച്ചിട്ടുള്ള അല്ലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവാർഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. ദെൻ ഇൻ കേസ് അവര് എന്താണ് വിചാരിച്ചത്ര പെർഫോം ചെയ്തില്ല എങ്കിൽ അവർക്ക് കറക്ഷൻ ആയിട്ടുള്ള ആക്ഷൻ നടപടികളൊക്കെ എടുക്കുന്നു അല്ലെ, ഡിമോഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? പെർഫോമൻസ് അപ്രൈസൽ ഒക്കെ ആണോ? ആരെങ്കിലും റിപ്ലൈ ചെയ്യാം, ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാലാണ് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ലല്ലോ. ഓക്കെയാണ്, നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്കത് മൂവ് ചെയ്ത് പോവാം. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് വിലയിരുത്തുന്ന ഒരു പ്രവർത്തനമാണ്. ദെൻ മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെ, പ്രേരക ഘടകങ്ങൾ. മോട്ടിവേഷൻ. The goals of the individuals and the organization can be attained through pursuing okay. The goals of the individuals and the organization can attain through pursuing workers towards a productive
performance called motivational process. Okay, motivational process എന്ന് പറയുന്നത് എന്താണ്? പ്രേരിപ്പിക്കുന്ന അല്ലെ, നേരത്തെ പറഞ്ഞ പ്രേരിപ്പിക്കുന്ന ഘടകം. തീർച്ചയായിട്ടും എന്താണ് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം അത് നേടിയെടുക്കാൻ can be attained through അല്ലെ, അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പർസ്യൂഡിങ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ അവിടെയുള്ള വർക്കേഴ്സിനെ പ്രേരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ മാക്സിമം അവരുടെ പ്രൊഡക്റ്റീവ് പെർഫോമൻസ് അല്ലെ, മാക്സിമം കാര്യക്ഷമതയോട് കൂടിയിട്ട് വർക്ക് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം അറ്റൈൻ ചെയ്തെടുക്കാൻ അല്ലെ, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? മോട്ടിവേഷണൽ പ്രോസസ് എന്ന് പറയുന്നത്. The goals are just mark ചെയ്ത് പോവുക. The goals of the individuals and the organization can be attained through pursuing vectors towards productive performance. Called എന്താണ് അതിനെ വിളിക്കുന്ന പേര്? Motivational process. Okay, it attracts and begins with action and also acts as a factor in the continuation of activity until objectives have been attained. ഇതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെ, ഇത് എപ്പോഴും എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ഒരു പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇൻ കേസ് നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അത് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കറിയാം വർക്കേഴ്സ് അവരൊരു ആക്ഷൻ ഒക്കെ വെച്ചിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് ആക്ച്വൽ പെർഫോമൻസ് ഒക്കെ വിലയിരുത്തുമ്പോൾ ഒക്കെ അവർ എഴുതുകയാണെങ്കിലൊക്കെ അതുകൊണ്ട് മാത്രം ആ കമ്പനിക്ക് മാക്സിമം സമയത്തിനുള്ളിൽ തന്നെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കില്ല. അതായത് മാക്സിമം അവരെ പർസ്യൂഡ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെ. അവരെ പ്രേരിപ്പിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ കൊടുക്കും. അവർക്ക് എന്തെങ്കിലും റിവാർഡ്സോ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളോ അല്ലെ എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്ത് അവരെ കൊണ്ട് മാക്സിമം സ്പീഡിൽ തന്നെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രേരണകള് അവർക്ക് പ്രധാനമായിട്ടും കൈകാര്യം ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് എളുപ്പത്തിൽ തന്നെ ആ ഒരു കമ്പനിക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെ. കണ്ടിന്യൂവേഷൻ ഓഫ് ആക്ടിവിറ്റി until objectives have been attained. ആ കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെയാണോ മോട്ടിവേഷൻ? നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ. ഓക്കെ, അപ്പൊ മോട്ടിവേഷന്റെ ലക്ഷ്യം എന്തായിരിക്കുന്നു നമുക്ക് മാക്സിമം അറിയാം അല്ലെ. ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അല്ലെ അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പർസ്യൂഡ് ചെയ്യുന്ന മാറ്റേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? It is the purpose of motivation to create a condition in which people are willing to work with the passion, initiative, interest and enthusiasm with a high personal and true moral satisfaction, with a sense of responsibility, loyalty and discipline, and with the pride and confidence in a most coherent manner, so that the goals of an organization are attained effectively. വലിയ സെന്റൻസ് അല്ലെ, ചെറിയ സെന്റൻസ് ഒന്നല്ല, വലിയ സെന്റൻസ് ആയിട്ട് തന്നെയാണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യക്തികൾക്ക് അവരുടെ സ്ഥാപനത്തിലെ മാക്സിമം നല്ല രീതിയിൽ വർക്ക് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്? ആളുകളെ ഒരു നല്ല സാഹചര്യം അല്ലെ അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കണം. നല്ല രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ അവർക്ക് സൃഷ്ടിച്ചു കൊടുത്താൽ അവർക്ക് എന്താണ് കുറച്ച് ബെനിഫിറ്റുകളൊക്കെ ഓഫർ ചെയ്ത് കൊടുത്തു, നല്ലൊരു എൻവയറമെന്റൽ സിറ്റുവേഷൻ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ തൃപ്തമായിട്ട് തന്നെ അവരെ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവര് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ് അല്ലെ. അവിടെ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. To create conditions in which people are willing to work with the passion അല്ലെ. അവിടെ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് ഓക്കെ നമ്മള് ഒരു ജോലിയെ നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം അവർക്ക് തൃപ്തിയായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ ആ ജോലിയോട് ഒരു പാഷൻ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവായിട്ട് മുൻകൈ എടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ലെവലിലേക്ക് അവിടെയുള്ള എംപ്ലോയീസിനെ എത്തിക്കാം. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, എന്തോസിയാസം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ. ഇതിന്റെയൊക്കെ കൺക്ലൂഷൻ എന്താണ്? അവിടെ തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക, അവരെ ഉത്സാഹഭരിതരാക്കാൻ അല്ലെങ്കിൽ അവരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോലിയിലേക്ക് ആക്കി തീർക്കാൻ അല്ലെങ്കിൽ മുൻകൈ എടുത്ത് ചെയ്യാൻ അല്ലെങ്കിൽ അതിനോടൊരു ആ ജോലിയോടൊരു പാഷൻ ഉണ്ടാക്കി തീർക്കാനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അവിടെ പറയുന്നു വിത്ത് എ ഹൈ പേഴ്സണൽ ആൻഡ് ട്രൂ മോറൽ സാറ്റിസ്ഫാക്ഷൻ വിത്ത് എ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവിടെ എന്താണ് ധാർമ്മികമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, എന്താണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ മസ്റ്റായിട്ട് ചെയ്യണം എന്നുള്ളൊരു
ഒരു യഥാർത്ഥ ബോധ്യത്തിലേക്കൊക്കെ അല്ലെങ്കിൽ ലോയൽറ്റി, ഒരു വിശ്വസ്തൻ അല്ലെ, നമ്മളുടെ തൊഴിലുടമ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ, ആ ഒരു ലോയൽറ്റിയിലൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവരെ മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. കാരണം അവിടെയുള്ള അന്തരീക്ഷം നമ്മളോട് ജോലിയോട് ഇൻട്രസ്റ്റ് തോന്നുന്നു, അതോടൊപ്പം തന്നെ തൊഴിലുടമയോടൊക്കെ ഒരു വിശ്വസ്തതയോടെ തോന്നുന്നു. അപ്പൊ എന്താണ്, അവിടെ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തമ ഉത്തരവാദിത്തം അവരുടെ മൈൻഡിലും ഓട്ടോമാറ്റിക്കലി അല്ലെ, അവരുടെ ബിഹേവിയറിൽ ആ ഒരു അച്ചടക്കൊക്കെ ഉണർന്നു വരുന്നു. തീർച്ചയായിട്ടും അവരെന്താണ്, മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും അല്ലെ. അപ്പൊ അവിടെ യഥാർത്ഥത്തില് കോൺഫിഡൻസോടുകൂടിയും അതോടൊപ്പം തന്നെ എന്താണ്, നല്ല രീതിയിൽ അല്ലെ, ഒരു എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ്ലി ഒരു ഫലപ്രാപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ തയ്യാറാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനമായിട്ടും മോട്ടിവേഷന്റെ ലക്ഷ്യം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? കേളേ ഓക്കെ. അതായത് തൊഴിലിനോട് തൃപ്തി അല്ലെ, ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ ഒരു സ്ഥാപനത്തിനോടും ഒരു അല്ലെ, ഒരു ആ തൊഴിലുടമയോടൊക്കെ ഒരു കോൺഫിഡൻസ്, അവരോടൊക്കെ ഒരു വിശ്വസ്തമായിട്ട് പെരുമാറാനായിട്ടുള്ള ഒരു അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർ മാക്സിമം എഫോർട്ടോടുകൂടിയിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മോട്ടിവേഷൻ ടെക്നിക്സ് ആർ ടു പെർസ്യൂ ദ എംപ്ലോയീസ് ഗ്രോത്ത്. അപ്പൊ അവിടെ പലതരത്തിലുള്ള ടെക്നിക്സുകളുണ്ട്. എന്താണ്, എംപ്ലോയിയുടെ ആ ഒരു കാര്യങ്ങൾ അല്ലെ, അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പലതരത്തിലുള്ള ടെക്നിക്കുകളുണ്ട്. നോക്കാം, മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സുകളിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. എന്തായിരിക്കും ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കും ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്? ഫിനാൻഷ്യൽ ആയിട്ടുള്ള മോട്ടിവേഷൻ ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? എംപ്ലോയീസിന്റെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഓഫർ ചെയ്യോ? ഫിനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സാമ്പത്തികമായിട്ടുള്ള, ഓക്കെ, മണി അല്ലെ, സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങൾ. അങ്ങനെ വരുമ്പോഴെന്താണ്, എന്തൊക്കെ ഓഫറുകൾ അവർക്ക് കൊടുക്കും എംപ്ലോയീസിന്? ഓക്കെ, സാലറി കൊടുക്കും. സാലറി മാത്രം കൊടുക്കുകയാണ്, ബോണസ് കൊടുക്കും. ഓക്കെ, എന്താണ് ബോണസ്, ഗ്രാറ്റുവിറ്റി. ഓക്കെ, ഇപ്പൊ ഏതാണ്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടി അല്ലെ. അതായത് എന്താണ്, അവർക്ക് എന്താണ് സാലറി മാത്രമല്ല, അവർ നിശ്ചിത വേതനം മാത്രമല്ല, വേതനം കൂട്ടി കൊടുക്കുക അല്ലെ, ഇൻക്രിമെന്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബോണസ് കൊടുക്കുക, പ്രോഫിറ്റ് ഷെയറിങ് അവിടെയൊക്കെ എന്തെങ്കിലും അല്ലെ, ഒരു വർഷാവസാനമൊക്കെ വരുമ്പോഴൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അതിനൊക്കെ ഒരു വിഹിതം കൊടുക്കുക, ലീവ് വിത്ത് പേ, അങ്ങനെയൊക്കെയുള്ള പല ആനുകൂല്യങ്ങളൊക്കെ ഇവർക്ക് മോണിറ്ററി ആയിട്ട് അല്ലെ, മണിയോട് കൂടി ചേർത്ത് തന്നെ നമുക്ക് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ. നോക്കാം, ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്, സച്ച് മോട്ടിവേഷൻസ് ലിങ്ക്ഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വിത്ത് മണി അല്ലെ. ഇവിടെ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഫിനാൻഷ്യൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നേരിട്ട് അല്ലെ സാലറിയോടൊപ്പം തന്നെ കൂട്ടി കൊടുക്കും, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ ലീവ് വിത്ത് പേ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള പേയ്മെന്റുകൾ, കോസ്റ്റുകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ കുറച്ച് കൊണ്ടുവരാനൊക്കെ ആയിട്ട് അല്ലെ, അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാവനകൾ. അങ്ങനെ എന്താണ്, നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി വിത്ത് മണിയുമായി ബന്ധപ്പെട്ട, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മോട്ടിവേഷനാണ് അവിടെ ഓഫർ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ വേജസ്, സാലറീസ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിങ്, ലീവ് വിത്ത് പേ, മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എക്സെട്ര. അതായത് നമുക്ക് സാലറിയൊക്കെ അല്ലെ, അല്ലെങ്കിൽ വേജസ് കൂലിയൊക്കെ കൂട്ടി തരികയോ, ബോണസ് നമുക്കറിയാം, ബോണസ് ഒക്കെ പറയുമ്പോൾ ഒരു ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആവുമ്പോൾ ഒരു നിശ്ചിത തുക അല്ലെ അവർക്കൊരു അല്ലെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുക. പ്രോഫിറ്റ് ഷെയറിങ്, പ്രോഫിറ്റബിൾ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു വിഹിതം അവിടെയുള്ള തൊഴിലാളികൾക്കൊക്കെ ഓഫർ ചെയ്യുക. ലീവ് വിത്ത് പേ, അതായത് അത്യാവശ്യം കുറച്ച് ലീവുകളൊക്കെ അല്ലെ പേയ്മെന്റോട് കൂടിയിട്ടുള്ള ലീവുകളൊക്കെ ഓഫർ ചെയ്യുക. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, എന്തായാലും എന്തെങ്കിലും മെഡിക്കൽ ആയി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിലവുകളൊക്കെ വരുമ്പോഴാണെങ്കിൽ ആ ബില്ലുകളൊക്കെ റീഇംബേഴ്സ്മെന്റ് ചെയ്താൽ കുറച്ച് പേയ്മെന്റുകളൊക്കെ ഇവർക്ക് ലഭ്യമാക്കുന്ന അവസ്ഥകൾ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഓക്കെ, നമുക്ക് സാലറി മാത്രമല്ല കുറച്ച് അതർ ബെനിഫിറ്റ്സും കൂടി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു മൈൻഡോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് തയ്യാറാവും അല്ലേ? തയ്യാറാവില്ലേ? തയ്യാറാവോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് വേറൊരു മോട്ടിവേറ്റർ ആണ്, അതായത് നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നത് അതായത് നേരിട്ട് ഒരു മണിയുമായി ബന്ധപ്പെട്ടില്ല അല്ലെ. നോക്കാം, ദീസ് മോട്ടിവേറ്റേഴ്സ് ആർ നോട്ട് ലിങ്ക്ഡ് വിത്ത് മോണിറ്ററി റിവാർഡ്സ്
നോക്കാം. അതല്ലാത്ത തരത്തിലുള്ള എന്ത് രീതിയിലാണ് മോട്ടിവേഷൻ കിട്ടണേ നോക്കാം. ഫസ്റ്റ് വൺ പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. അതായത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂസ് ഒക്കെ അല്ലെ, നല്ല സ്റ്റാറ്റസ് ഉള്ള ജോലി, നല്ല ഒരു ID കാർഡ് ഒക്കെ ഇട്ട് നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു ഇതിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, ഓക്കെ, അവർക്ക് എന്താണ് പൊസിഷൻ അല്ലെ, ഒരു അംഗീകാരമുള്ള ഒരു പൊസിഷനൊക്കെ ആവുമ്പോൾ അവർക്ക് സമൂഹത്തിൽ നല്ലൊരു ഡിഗ്നിറ്റി ഉണ്ടാവും അല്ലെ, ഒരു അന്തസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അത് മോണിറ്ററി അല്ല, അതേസമയം സമൂഹത്തിൽ ഒരു ഒരു വില കിട്ടുന്നുണ്ട് അല്ലെ. പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്. സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്. അതേമാതിരി തന്നെ സ്റ്റാറ്റസ് അല്ലെ, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവരെ സ്റ്റാറ്റസ് ഉയർത്തുന്നത്. മാനേജ്മെന്റ് ഓഫർ സ്റ്റാറ്റസ് സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് by establishing status symbols and distinction in its organization by supplying costly furniture, carpets on floor, picture on the wall, a personal assistant, etc. അവിടെ അതായത് നമ്മള് എന്താ പറയാ, നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ അവർക്ക് അല്ലെ, അവര് കുറച്ചും കൂടി ഒന്ന് എന്താണ് നല്ല പൊസിഷനാന്നുള്ള അംഗീകാരം കിട്ടുന്ന തരത്തില് ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ തന്നെ എന്താണ് ടോപ്പ് ലെവലിലുള്ള ജീവനക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല കാർപ്പറ്റ്സും നല്ല കറങ്ങുന്ന കസേരയൊക്കെ ഇട്ട് അല്ലെ അവർക്ക് ഒരു പൊസിഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താണ് ആ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്നുള്ള ഒരു അംഗീകാരം അവർക്ക് ഓഫർ ചെയ്ത് കൊടുക്കുമ്പോഴേതാണ് അവരുടെ മൈൻഡില് ഒരു പ്രൗഡ് അല്ലെ, ഒരു ഇത് വരെയാണ് ജോലിയോട് തന്നെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർ അറിയാതെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. എന്താണ് എന്തെങ്കിലും ഒരുപാട് വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ ഓഫർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴെന്താണ് അവര് എന്താണ് ആ സ്ഥാപനത്തിന് ഇച്ചിരി കൂടി അല്ലെ നമ്മളെ വില കൽപ്പിക്കുന്നുണ്ട്, നമ്മൾ ഇച്ചിരി കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവര് നേടിയെടുക്കുകയാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷനിൽ പറയുന്നത് individuals are not expected to compete with one another if they feel they have a chance to win and satisfy their ego. അതായത് നമ്മളെപ്പോഴും കോമ്പറ്റീഷൻ അല്ലെ, ഒരു എപ്പോഴും മത്സരമാണ് അല്ലെ. ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമുക്കറിയാം അവിടെ ഒരു മത്സര ബുദ്ധിയോട് കൂടിയിട്ട് തന്നെയായിരിക്കും അവർക്ക് ഒരു ഈഗോ അല്ലെ, ഒരു ഈഗോ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും അല്ലെ. ഇൻഡിവിജ്വൽസ് ആർ നോട്ട് എക്സ്പെക്ടഡ് ടു കോമ്പറ്റ് വിത്ത് വൺ അനദർ. മറ്റുള്ളവരായിട്ട് കോമ്പറ്റ് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് വരുന്നില്ല. ഇഫ് ദേ ഫീൽ ദേ ഹാവ് എ ചാൻസ് ടു വിൻ ആൻഡ് സാറ്റിസ്ഫൈ ദെയർ ഈഗോ. പക്ഷെ എന്താണ് നമുക്ക് എന്തെങ്കിലും അല്ലെ ഒരു നേട്ടമില്ല എങ്കിൽ എന്താണ് അവരുടെ ഇടയിൽ അല്ലെ ഒരു പരസ്പരം ജീവനക്കാരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഒന്നുമില്ല. അതേസമയം എന്താണ് നമ്മള് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു ഈഗോ വരും അല്ലെ, ഒരു മാനസികമായിട്ട് തന്നെ ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു ഈഗോ അവർക്ക് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു കോമ്പറ്റീഷൻ ഇവര് ഓപ്പറേറ്റ് ചെയ്യണം അല്ലെ. മാനേജ്മെന്റ് എന്താണ് അവരുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ കൊടുക്കുകയാണ്. ആക്ച്വലി എന്താണ് വർക്കേഴ്സ് പരസ്പരം തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വേണമെന്നില്ല, പക്ഷെ അവരുടെ മൈൻഡിലുള്ള ഈഗോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് അത് പ്രാപ്തരാകും. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് അതായത് അധികാരം വിട്ടുകൊടുക്കുക. അതായത് മാനേജ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണത്. അതായത് നമ്മുടെ എംപ്ലോയീസിന് അധികാരങ്ങൾ ചില കാര്യങ്ങൾ ചില മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടാനൊക്കെ അധികാരം വിട്ടുകൊടുക്കുമ്പോൾ അവർക്ക് ഒരു അംഗീകാരം കിട്ടിയതിന് തുല്യമാണ് അല്ലെ. അപ്പൊ അവര് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. ഡെലഗേഷൻ ഓഫ് substantial amount of responsibility to carry out a given task often proves to be a strong motivating force. അതായത് ഏതെങ്കിലും ടാസ്ക് ഏതെങ്കിലും കടമകളൊക്കെ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അല്ലെ, അതൊക്കെ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ സ്വമേധയെ തന്നെ എടുക്കാനുള്ള അധികാരങ്ങൾ വിട്ടുകൊടുക്കുമ്പോൾ അവരായിരിക്കും മറ്റുള്ളവരെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത് അല്ലെ. അവരുടെ താഴെയുള്ള ജീവനക്കാരെ കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ചിലപ്പോ ആ മേൽനോട്ടം വഹിക്കുന്നതൊക്കെ ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് അല്ലെ, അധികാരം വിട്ടുകൊടുക്കുന്ന ആ വ്യക്തികളൊക്കെ ആയിരിക്കും. ആ അധികാരം കിട്ടിയിരിക്കുന്ന വ്യക്തികൾ മാക്സിമം തന്നെ എന്താണ് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ടൊക്കെ തന്നെയാണ് ഏൽപ്പിച്ചേക്കണെന്നുള്ള ഒരു പ്രൗഡില് അല്ലെ, ആ ഒരു പ്രൗഡില് തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പരമാവധി എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകും. അപ്പൊ തീർച്ചയായിട്ടും ആ കമ്പനിയുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പാർട്ടിസിപ്പേഷൻ. എന്താണ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്? പങ്കാളിത്തം അല്ലെ. It implies both the physical and mental involvement of the people in an activity, particularly in that of decision making.
ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഇഷ്യൂസ് ഒക്കെ വരികയാണെങ്കിൽ അവിടെയുള്ള അവിടെയുള്ള എംപ്ലോയീസിനെയും കൂടി പങ്കാളികളാക്കുകയാണെങ്കിൽ എന്താണ് നമ്മളെയും കൂടി അംഗീകരിച്ചു അല്ലെ. അവിടെ എന്താണ് പെർട്ടിക്കുലർലി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് പങ്കാളികളാക്കണമെങ്കിൽ ആ തീരുമാനം നടപ്പാക്കാനും നമ്മളും കൂടി ബാധ്യസ്ഥരാണ് അല്ലെ. ആ എംപ്ലോയീസും ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു കൺസെപ്റ്റില് തീർച്ചയായിട്ടും അവർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കുക മാത്രമാണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് ഇതുവരെ ഒന്ന് വായിച്ചു നോക്കുക, എവിടെയെങ്കിലും കേട്ടാത്തുണ്ടോ എന്ന് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞത് പാർട്ടിസിപ്പേഷൻ വരെയാണ്. പത്ത് പോയിന്റ് നോക്കാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റി എന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം വിട്ടുകൊടുക്കൽ. ദ ഡെലിഗേഷൻ ഓഫ് substantial amount of responsibility to carry out a given task often proves to be a strong motivation process. അതായത് കുറച്ച് അല്ലെ ഒരു അധികാരം എന്ന് പറയുന്ന മുഴുവൻ അധികാരമല്ല, കുറച്ച് അല്ലെ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ടുള്ള അധികാരങ്ങൾ എന്താണ് അവർക്ക് വിട്ടുകൊടുക്കുകയാണ് അല്ലെ. ഏതെങ്കിലും ഒരു പൊസിഷനിലുള്ള വ്യക്തികളെ, ഇപ്പൊ നമുക്കൊരു ഫീൽഡ് സ്റ്റാഫ് ആണ് അല്ലെങ്കിൽ അതിനേക്കാളും അല്ലെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്കറിയാം അവിടെ എന്താണ് പലതരത്തിലുള്ള വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഇപ്പൊ ഒരു ഇൻചാർജ് ഉള്ള നഴ്സിന് അവിടെ കൂടുതൽ നമുക്കറിയാം ആ വാർഡിന്റേതായിട്ടുള്ള ഡ്യൂട്ടികളെല്ലാം അവർ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇൻചാർജ് എന്ത് ചെയ്യും, അവിടെയുള്ള കുറച്ചും കൂടി അല്ലെ സീനിയോറിറ്റിയുള്ള പേഴ്സണ് കുറച്ചും കൂടി ഡ്യൂട്ടി ഓഫർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് അവരായിരിക്കും കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്തിട്ട് ഓക്കെ എന്നെ ഇൻചാർജ് എന്നെ ഏൽപ്പിച്ചേക്കേണ്ടതാണ് എന്നുള്ള ഒരു ഇതില് അല്ലെ ആ ഒരു അസംഷനിൽ തന്നെ എന്താണ് അവര് ബാക്കിയുള്ള വർക്കേഴ്സിനെ കൊണ്ട് പരമാവധി നല്ല നീറ്റായിട്ട് തന്നെ വർക്ക് ചെയ്ത് സമയത്തിനുള്ളിൽ തീർക്കാനായിട്ട് ഇൻചാർജിനെ ആ ഹാൻഡ് അല്ലെ ആ വർക്കുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അല്ലെ കാണിച്ചു കൊടുക്കാനായിട്ടും തയ്യാറാവും ഇല്ലേ, ഉണ്ടാവില്ലേ? കാരണം അധികാരം കുറച്ച് ഭാഗം വിട്ടുകൊടുക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ് ഒരു അധിക ചുമതല വന്ന ഒരു പ്രൗഡ് അല്ലെ ഒരു അഹംഭാവത്തോട് കൂടിയിട്ട് അവര് ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി. ഒരു ടാസ്ക് ചെയ്യുന്നതിന് കുറച്ച് അല്ലെ അതോറിറ്റി അവർക്ക് കൂടി വിട്ടുകൊടുക്കുന്നു. അപ്പൊ എന്താണ് അവരത് പ്രൂവ് ചെയ്യും അല്ലെ. ആ ഒരു സ്ട്രോങ് മോട്ടിവേഷൻ ഫോഴ്സ് ആണ് എന്ന് വെച്ചാൽ അവരെ എന്താണ് തെളിയിക്കും. കാരണം മറ്റുള്ളവരെ കൊണ്ട് തന്നെ മാക്സിമം എഫോർട്ടോട് കൂടിയിട്ട് ഇതിന്റെ സമയത്തോട് തീർക്കാനായിട്ട് അവര് ശ്രമിക്കും. നമുക്കറിയാം ഇൻചാർജ് എപ്പോഴും ആ വാർഡിന്റെ ഉള്ളിൽ തന്നെ പെടണമെന്നില്ല, പക്ഷെ അതേസമയം മോസ്റ്റ്ലി ചില പേഴ്സൺസ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അവര് എന്താണ് മോസ്റ്റ്ലി അവര് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് അതൊരു ഒരു സ്ട്രാറ്റജിക്ക് അല്ലെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു ടൂൾ ആയിട്ടാണ് അവർക്ക് കുറച്ച് അധികാരം വിട്ടുകൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നെക്സ്റ്റ് നോക്കാം പാർട്ടിസിപ്പേഷൻ അല്ലെ. ഇവിടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നതും എന്താണ് ഒരു തീരുമാനം, ഒരു വലിയൊരു തന്ത്രപരമായിട്ടുള്ള തീരുമാനം എടുക്കണം അല്ലെ. നമ്മളിപ്പോ കുറച്ച് പ്രൊഡക്ഷൻ കൂടുതൽ ഉത്പാദിപ്പിക്കണം അല്ലെ, ഒരു കൂടുതൽ ഉത്പാദിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുമ്പോൾ അവിടെയുള്ള വർക്കേഴ്സിനെ കൊണ്ട് അധിക ഡ്യൂട്ടികളൊക്കെ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് അല്ലെങ്കിൽ പുതിയൊരു ചലഞ്ചസ് ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നം വരാണ്. ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഒരു തീരുമാനം എടുക്കണം വർക്കേഴ്സിനെ കൊണ്ട്, അല്ലെങ്കിൽ കൃത്യസമയം അല്ലെങ്കിൽ കുറച്ചും കൂടി ഡ്യൂട്ടി ടൈം ഒക്കെ ഒന്ന് കൂട്ടി ആ ഒരു ട്രെയിനിങ്സും കാര്യങ്ങൾ കൂടി കൊടുത്തുകൊണ്ട് അല്ലെ ജോലി ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് അവസരം സൃഷ്ടിക്കുകയാണ്. അപ്പൊ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എംപ്ലോയീസിനെയും കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്താണ് അവരും കേൾക്കും ഓക്കെ നമ്മളുടെ ഈ ചലഞ്ചസ് ഫേസ് ചെയ്യണം. അപ്പൊ എങ്ങനെയും നമ്മൾ സമയം എടുത്ത് ഈ ട്രെയിനിങ്ങുകളിലൂടെയും പങ്കാളിയാകണം, നമ്മുടെ ഡ്യൂട്ടി ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിലനിൽപ്പ് ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് അവർ മാക്സിമം ഓക്കെ അല്ലാതെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു മേൽത്തരത്തിൽ നിന്നുള്ള അധികാരികൾ മാത്രം തീരുമാനം എടുത്തിട്ട് നടപ്പാക്കാൻ കൊണ്ടുവന്ന
ഇവരെന്ത് ചെയ്യും, ഇവര് അവിടെയുള്ള എംപ്ലോയീസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, സ്വീകരിക്കണമെന്നില്ല. അവരെയും കൂടി പങ്കാളിയാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവര് ആ മാക്സിമം എഫർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആയോ? പാർട്ടിസിപ്പേഷൻ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ബോത്ത് ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇൻവോൾവ്മെന്റ് അല്ലെ, അവിടെ പങ്കാളി ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമല്ല, അവര് എല്ലാ കാര്യങ്ങളും കൂടി മനസ്സിലാക്കി അല്ലെ, ഒരു തീരുമാനത്തിൽ എത്തുന്നത് വെറുതെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതല്ല, ഇന്ന ചലഞ്ചസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ആ വെല്ലുവിളിയെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ മെന്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള എഫേർട്ടുകൾ ആവശ്യമാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചിട്ട് തന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവര് തയ്യാറാവും. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെ പലതരത്തിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ചോദിക്കുമ്പോഴാണെങ്കിലും എന്താണ് ഡെലിഗേഷൻ, അതിന് എന്താണ് ഇൻവോൾവ്മെന്റ് ഓഫ് ഡിസിഷൻ എന്നുള്ളത് മനസ്സിലാവാതെ ഇരിക്കരുത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകും. ഓക്കെ, പിന്നെ എന്താണ് ജോബ് എൻലാർജ്മെന്റ് എന്താ പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് ദ കോംപ്ലിക്കേഷൻ ഓഫ് ദ ജോബ് വിത്ത് എ വ്യൂ ടു അപ്പീലിംഗ് ടു ദ ഹയർ ഓർഡർ നീഡ്സ് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള വർക്കൊക്കെ വരുമ്പോൾ എന്താണ്, അവർക്ക് ഒരുപാട് പ്രോസസ്സിന്റെ ആവശ്യം വരും അല്ലെ. അത് ചെറിയ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അല്ലെ, ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ടാണ് നമ്മുടെ മുന്നിൽ വരുന്നത്, വർക്കേഴ്സിന്റെ മുമ്പിൽ വരുന്നത്. അപ്പൊ അവരെന്താണ്, എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരു വിസമ്മതിക്കും അല്ലെ. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ ഡ്യൂട്ടിയിൽ കോംപ്ലിക്കേഷൻ ഉള്ള ഡ്യൂട്ടി വരുമ്പോൾ നമുക്ക് അത് ഏറ്റെടുക്കാൻ തയ്യാറാവാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവില്ല. ആണോ? അങ്ങനെ ഉണ്ടാവില്ലേ? ഓക്കെ, ഉണ്ടാവില്ല. അതായത് ചിലരെന്താണ് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ എന്ന് ഓർത്തിട്ട് എന്ന് ഒഴിഞ്ഞു മാറാനൊക്കെ ശ്രമിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താ പ്രത്യേകത? ജോബ് എൻലാർജ്മെന്റ് ഈസ് എ ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാസ്ക് അക്രോസ് ദ സെയിം ഓർഗനൈസേഷൻ ലെവൽ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്യൂട്ടിയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും കൂടി അതിൽ പങ്കാളിയാക്കാനായിട്ട് അല്ലെ, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ വിപുലീകരിച്ച് അവർക്ക് ഡ്യൂട്ടി ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പോഴെന്താണ് എല്ലാവരും ഓക്കെ അവരവരെ തയ്യാറാകും. കാരണം ഒറ്റയ്ക്ക് ഇവർക്ക് അങ്ങനെ തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടി ഒന്നും ഏൽപ്പിച്ചു കൊടുക്കില്ല. അപ്പൊ എന്താണ്, ഓക്കെ നമുക്ക് എല്ലാവർക്കും പങ്കാളിയായിട്ട് തന്നെ ചെയ്യാം എന്നുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. അങ്ങനെ ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് അല്ലെ, അത് ആ ഒരു വർക്കിന്റെ ആ ഒരു പ്രോസസ് ഒക്കെ കൃത്യമായിട്ട് നിർവഹിച്ചെടുക്കാനായിട്ട് തയ്യാറാകും. അപ്പൊ അല്ലാതെ ഇതൊക്കെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടികൾ ഇങ്ങനെ ചിലർക്ക് മാത്രം ഓഫർ ചെയ്ത് കൊടുക്കാതെ, അല്ലെങ്കിൽ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് മാത്രം കൺസിഡർ ചെയ്ത് ചിലരെ ഏൽപ്പിക്കുമ്പോൾ അവർക്കത് എടുക്കാനായിട്ട് എപ്പോഴും ഏറ്റെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ കൂടി അല്ലെ, എല്ലാവർക്കും കൂടി വീതിച്ച് കൊടുക്കുമ്പോഴെന്താണ് അവർക്ക് ആ ഡ്യൂട്ടി ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സന്നദ്ധതയുണ്ടാവും. ഇനി നോക്കാം ജോബ് റൊട്ടേഷൻ. അതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലർക്ക് ചില ഡ്യൂട്ടി എപ്പോഴും ഒരേപോലത്തെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടില്ല. അങ്ങനെയുള്ളവരുണ്ടാവില്ലേ? ചിലർക്ക് ഇഷ്ടമായിരിക്കും, കാരണം ആ ചെയ്ത ഡ്യൂട്ടി തന്നെയല്ലേ സ്പീഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മൈൻഡിലേക്ക് വരും. പക്ഷെ ചിലരെ സംബന്ധിച്ച് നാളുകളോളം ഒരേ ഡ്യൂട്ടി തന്നെ ചെയ്യുമ്പോൾ അവർക്കത് ചിലപ്പോ ഇങ്ങനെ ചെറിയ ചെറിയ ഡ്യൂട്ടിക്ക് ആണെങ്കിലായിരിക്കും വിഷമം. ചിലപ്പോ പാക്കിംഗ് സെക്ഷനിലൊക്കെ ഒരേപോലത്തെ തന്നെ ഡ്യൂട്ടി ഒക്കെ ചെയ്യുമ്പോൾ അവർക്കത് ബോറായി പോകും. പക്ഷെ ഇച്ചിരി കൂടി നമുക്ക് ഇങ്ങനെ കുറച്ചും കൂടി കഴിവുകൾ അല്ലെ, ഏത് ഡ്യൂട്ടി ആണെങ്കിലും അതിന്റെ കുറച്ചും കൂടി കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ബോറടിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാനും പറ്റും. അവർക്ക് ആ ഡ്യൂട്ടിയിൽ അല്ലെ ഒരു ബോറിംഗ് എന്നുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പൊ നോക്കുക ജോബ് റൊട്ടേഷൻ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം one job to another so as to reduce monotony and boredom. അത് ഏകാധിപത്യം എന്നുള്ളതിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും, ബോറടി എന്നുള്ള ഒരു ഫീലിംഗ് നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. എപ്പോഴും ഒരേപോലത്തെ ഡ്യൂട്ടി കൊടുക്കുന്നത് അല്ല എങ്കിലും. To increase the skill and the knowledge of the employee about the related jobs in the main activities of a job rotation. അപ്പൊ ജോബ് റൊട്ടേഷന്റെ പ്രധാനപ്പെട്ട എയിം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, അവിടെ ഓരോ എംപ്ലോയീസും അവരുടെ കഴിവുകളും അറിവുകളും വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇൻ കേസ് അല്ലെ ചില എംപ്ലോയീസിന്റെ ആബ്സെൻസ് ഒക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം കുറച്ച് കഴിവുകളും അറിവുകളും നേടിയെടുത്തവരാണെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ അല്ലെ, ആ ഒരു ടൈമിൽ ആ ദിവസത്തെ ലീവുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ സെക്ഷനിലേക്കൊക്കെ വിടാനായിട്ട് സാധിക്കും. അറിവും കഴിവും ഉണ്ടായാൽ മാത്രമാണ് ആ സെക്ഷനിലും കൈകാര്യം ചെയ്യാനായിട്ട് അവരെ സാധിക്കുകയും ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്കില്ലും നോളജും നേടിയെടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ്സ് ആണ് ഇതിന്റെ ജോബ് റൊട്ടേഷനിൽ. ഓക്കെ,
ഓക്കെ ആണോ? ഓക്കെ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ? ഓക്കെ, ഒന്നുകൂടി പറയാം. ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ക്ലാസ് സ്കൂളുകളിലൊക്കെ ബെഞ്ചില് അല്ലെ, പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം നമ്മൾ എന്താണ് എപ്പോഴും ഒരേ ബെഞ്ചിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ റൊട്ടേഷൻ കിട്ടുന്നില്ല. അതായത് എല്ലാ ദിവസവും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുക? ചിലർക്ക് ഏറ്റവും ബാക്കിൽ ഇരിക്കാനും ഇഷ്ടമുണ്ടാവില്ല, ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കാനും ഇഷ്ടമുണ്ടാവില്ല അല്ലെ. ചിലർക്ക് ഇതൊക്കെ ആവശ്യം ആഗ്രഹിക്കുന്ന കുറെ പിള്ളേരും ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ന പ്രത്യേകത? ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും മടിയന്മാരൊക്കെ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞാൽ മതി അല്ലെ, ആ ഒരു സമയം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ഓർക്കും. ആ ഒരു ആഴ്ച അല്ലെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ഓർക്കും ഇല്ലേ? ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അങ്ങനെ ഉണ്ടാവാറില്ലേ? സ്കൂൾ ടൈമിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലോ? ഉണ്ട് അല്ലെ. ഇത് മാത്രം തന്നെയാണ് ജോലിയുടെ കാര്യം അല്ലെ. സെയിം ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് അതിൽ ഒരു ബോറിംഗ് അല്ലെ, ഒരു ബോറടിയുണ്ട്. അത് നമുക്ക് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഒരു ഏകാധിപത്യം. എപ്പോഴും ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ഒരു അധികാരികൾ പോലെയാണ് അല്ലെ, ഒരു പഠിപ്പിച്ചിരുന്നൊരു മനോഭാവം ഉണ്ടാവും. ആ മനോഭാവം ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അതാണ് റൊട്ടേഷനിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി വീണ്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ റൊട്ടേഷൻ ചെയ്യുമ്പോൾ എന്താണ്, ഇത് സ്കൂളിന്റെ കാര്യമായപ്പോഴാണ് നമ്മൾ മോണോട്ടമി എന്താണ് അതേമാതിരി തന്നെ ബോറടി നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അതേസമയം എന്താ ഒരു എംപ്ലോയി എന്ന തലത്തിലേക്ക് നോക്കിയാണെങ്കിൽ എന്താണ്, ഒരേപോലത്തെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് അറിവ് കൂടുതൽ നേടാൻ പറ്റുന്നില്ല, കഴിവ് നേടാൻ പറ്റുന്നില്ല. ശരിയല്ലേ? ഒരേ ജോലി തന്നെ എപ്പോഴും ചെയ്യുമ്പോൾ എന്താണ്, ആരും ഒരു എക്സ്പീരിയൻസ് മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ അതേ ജോലിയെ. അതിനേക്കാൾ അപ്പുറം മോർ കഴിവുകളോ മോർ നോളജുകളോ അവരോ ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ പുതിയ നോളജും അല്ലെങ്കിൽ കഴിവുകൾ നേടണമെങ്കിൽ എന്താണ്, കുറച്ചും കൂടി മേൽത്തട്ടിലുള്ള പോസ്റ്റുകളിലേക്ക് പോകണം അല്ലെ. അപ്പൊ കമ്പനിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം കൂടി റൊട്ടേഷൻ എന്നതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ എംപ്ലോയിയും കുറച്ചും കൂടി അറിവും നോളജും നേടിയെടുക്കണം എന്നുള്ളതാണ്. ഇൻ കേസ് താഴെ ലെവലിലുള്ളവര് അല്ലെങ്കിൽ ആ ലെവലിലുള്ളവർക്ക് എന്തെങ്കിലും ആബ്സെന്റീസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ഇങ്ങനെ കഴിവും അല്ലെ നോളജും ഉള്ളവരെ കൊണ്ട് സാധിക്കാനും കഴിയും അല്ലെ. ആ ഒരു എയിമും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ റൊട്ടേഷൻ എന്നുള്ള ഒരു കാര്യം കമ്പനിക്കാര് അല്ലെങ്കിൽ മാനേജ്മെന്റ് ആ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ടെക്നിക്സ് പ്രയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജോബ് എൻറിച്ച്മെന്റ്. എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ചേഞ്ചിങ് ഓർ ഇംപ്രൂവിംഗ് എ ജോബ് സോ ദാറ്റ് എ വർക്കർ ഈസ് ലൈക്ലി ടു ബി മോർ ഇൻസ്പയർഡ്. അതായത് ഇവിടെ എന്താണ് പ്രധാനമായിട്ട് എന്താ പറയുന്നത്, വർക്കർ അവിടെയുള്ള വർക്കേഴ്സിന് കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ജോബ് എൻറിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഓഫ് ദ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അതോറിറ്റി. അതായത് ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട് അല്ലെ, ഓരോ ഡ്യൂട്ടിയിലും അതിന്റെ ഡ്യൂട്ടി ഉണ്ട്, അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, അതേമാതിരി അധികാരങ്ങളുമുണ്ട് അല്ലെ. ഇന്നത് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്നത് ചെയ്യിപ്പിക്കാനുള്ള അധികാരമുണ്ട്, ഇന്ന ഡ്യൂട്ടി ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്ത ബോധമുണ്ട്, അതേമാതിരി തന്നെ ആ ഡ്യൂട്ടിയിൽ അല്ലെ ആ മൊത്തത്തിലെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ എന്റേതായിട്ടുള്ള ഒരു പങ്കുമുണ്ട് അല്ലെ. The employees is provided with the opportunity for a greater recognition, advancement, growth and responsibility. അപ്പൊ എന്താണ് ഇവർക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് നല്ല അംഗീകാരങ്ങളും അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച അല്ലെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്താണ് അവര് കൂടുതൽ ഒന്നും കൂടി അവസരങ്ങൾ നൽകുമ്പോൾ എന്താണ് ഒന്നും കൂടി അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള കറേജ് അവര് സമ്പാദിക്കും അല്ലെ. The goal of job enrichment is not just to make work more varied, but to turn every employee into a manager. അപ്പൊ ഇങ്ങനെ അല്ലെ ഒരു പ്രത്യേകമായിട്ടുള്ള പങ്കെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കാതെ നമ്മളിങ്ങനെ കൂടുതൽ അംഗീകാരങ്ങളും അഡ്വാൻസ്മെന്റും റെസ്പോൺസിബിലിറ്റിയൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ എന്താണ് അവരൊക്കെ ഇങ്ങനെ ചെയ്തു പോയി ഞാൻ മാനേജ്മെന്റിന്റെ പൊസിഷനിൽ പോലെ എത്തി എനിക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടൂലോ അല്ലെ എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്തും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തും. അതായത് അവർക്ക് എന്താണ് താഴെ ലെവലിലുള്ള എന്താണ് അല്ലെ സബോർഡിനേറ്റ് സെക്ഷനിലുള്ള ഡ്യൂട്ടിയും ചെയ്യും, മാനേജ്മെന്റ് പോസ്റ്റിലുള്ള തരത്തിലുള്ള ഡ്യൂട്ടിയും ചെയ്യാനായിട്ടുള്ള കഴിവ് നേടാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇത്തരത്തിലുള്ള കഴിവ് നേടിയെടുക്കാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവരെന്താണ് അവിടെ
എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് അവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. The goal of a job enrichment is not just to make the work more varied, but to turn every employee into a manager. എല്ലാവരും മാനേജർ എന്നുള്ള അംഗീകാരമാണ് കിട്ടുന്നത്. അതായത് എല്ലാവർക്കും എല്ലാ ജോലിയും ചെയ്യാനായിട്ടുള്ള ഒരു പെർമിഷൻ അവിടെ സാധ്യമാക്കുകയാണ് അല്ലെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അതായത് സബോർഡിനേറ്റിൽ സെക്ഷനിലുള്ളവര് ആ ഡ്യൂട്ടി മാത്രമല്ല ചെയ്യുന്നത്, മേലധികാരികളുടെ ഡ്യൂട്ടിയും അവർ ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോഴെന്താണ്, എല്ലാവർക്കും തുല്യ ഒരു പങ്കാളിത്തമാണ് അവിടെ വരുന്നത് അല്ലെ. അപ്പൊ എന്തെങ്കിലും ആരൊക്കെയൊക്കെ ആബ്സെന്റീസ് ഒക്കെ വരികയാണെങ്കിലും പ്രശ്നമില്ല, എല്ലാവരും എല്ലാ ഡ്യൂട്ടിയും ചെയ്യും. അതേസമയം ചില സ്ഥാപനങ്ങളെ നമുക്കറിയാം അല്ലെ, അവര് എന്താ പറയുക, താഴത്തുള്ളവർക്ക് ചെറിയ വർക്ക് പോലും ചെയ്യില്ല അല്ലെ. അതേസമയം നമ്മളെ മേലധികാരികളാണ് എന്നുള്ള ഒരു മൈൻഡിൽ ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കും. അങ്ങനെ വരുമ്പോഴെന്താണ്, ചിലപ്പോ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടൊന്നും സാധിക്കില്ല. എല്ലാവരും എല്ലാ ഡ്യൂട്ടിയിലും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് മാക്സിമം സമയത്ത് നിശ്ചിത സമയത്തിലൂടെ തന്നെ ലക്ഷ്യം നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയോ? ജോബ് എൻറിച്ച്മെന്റിന്റെ പ്രത്യേകത. ജോബ് റൊട്ടേഷൻ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ടൈമില് അവരവരുടേതായിട്ടുള്ള സ്കില്ലും നോളജ് നേടിയെടുക്കുകയാണ്. അത് ചിലപ്പോൾ ടോപ്പ് ലെവലിലേക്ക് വരെയുള്ള ഒരു അല്ലെ ഒരു കഴിവ് നമ്മൾ നേടിയെടുക്കണമെന്നില്ല. അതേസമയം ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുമ്പോൾ ചെറിയ തൊഴിലാളികളാണെങ്കിലും എന്താണ്, മാനേജ്മെന്റിന്റെ പോസ്റ്റിലുള്ള തൊഴിലുകൾ വരെയും ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം അവിടെ അനുവദിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പൊസിഷൻ ബാങ്കിനോട് കൂടി തന്നെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. ഇതും ഒരു ടെക്നിക്ക് തന്നെയാണ്. ഓക്കെ ആണോ? ഓക്കെ, ഒരു ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. രണ്ട് പോയിന്റും കൂടി ഉണ്ട്. എംപ്ലോയീസ് ഗ്രീവനസ് ആണ്. ഓക്കെ, നമ്മള് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോഴേ നിങ്ങള് റെസ്പോൺസിബിലിറ്റീസിന്റെ ചാപ്റ്റർ കൊണ്ടില്ല എടുത്താലോ. ഓക്കെ, റെയിൻഫോഴ്സ്മെന്റ് എന്താന്ന് നോക്കാം. റെയിൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പോൾ ബലപ്പെടുത്തുന്ന ഒരു രീതിയാണ്. ഈ ഒരു ടെക്നിക്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? പവർഫുൾ മോട്ടിവേഷൻ ടൂൾ ഇസ് റെയിൻഫോഴ്സ്മെന്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 2 പ്രിൻസിപ്പിൾസ്. രണ്ട് തത്വങ്ങളാണ് ഇത് ബേസ് ചെയ്യുന്നത്. ഒരു പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് റെയിൻഫോഴ്സ്മെന്റ്, ബലപ്പെടുത്തുക എന്നുള്ളത്. ഒരു മോട്ടിവേഷനിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. എന്താന്ന് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, ദാറ്റ് ബിഹേവിയർ which seems to lead to positive consequence or a reward tends to be repeated. അതായത് നമ്മൾ എപ്പോഴും എന്താണ് പോസിറ്റീവ് ആയിട്ട് അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള 3 പോയിന്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോഴാണ് ഒരു ഐഡിയ കിട്ടുള്ളൂ. While behavior that seems to lead to a negative consequence tends not to be repeated again. Then therefore it is possible to influence people's behavior only by providing the properly scheduled rewards. ഓക്കെ, അത് പോസിറ്റീവ് ആയിട്ടുള്ള റിവാർഡ്സുകളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ട് അല്ലെ. അവിടെ എന്താണ് നമ്മൾ ആവർത്തിക്കുന്ന അല്ലെ, റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പ്രവണത, അതായത് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് അല്ലെ. അവരുടെ ബിഹേവിയർ സെൻസ്, അവരുടെ പെരുമാറ്റ രീതികളൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ ദ ബിഹേവിയർ വിച്ച് സീംസ് ടു ലീഡ് ടു എ പോസിറ്റീവ് കോൺസിക്വൻസ് ടു റിവാർഡ് ടെൻസ് ടു റിപ്പീറ്റ്. നമ്മള് പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡിൽ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ, ആ ഒരു ബിഹേവിയർ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ അവർക്ക് ആ റിപ്പീറ്റ് ചെയ്ത റിവാർഡുകളൊക്കെ കൊടുക്കാം. ബിഹേവിയർ ദാറ്റ് seems to lead to a negative consequence tends not to be repeated. Then therefore it is possible to influence people's behavior only by providing the properly scheduled rewards. ഈ അംഗീകാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യോ അതോ നെഗറ്റീവ് ആയിട്ട് ഫീൽ ചെയ്യോ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ വേണം ഈ റിവാർഡുകളെല്ലാം അവർക്ക് ബലപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള റിവാർഡുകളെല്ലാം പ്രഖ്യാപിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ?
എങ്ങനെ ഐഡിയ കിട്ടിയോ? അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ഫീൽ അല്ലെ, ഒരു നല്ല ഫലമാണ്, അതിലേക്ക് നയിക്കുന്ന ഒരു പെരുമാറ്റമാണ് എങ്കിൽ അവർക്ക് അത് കൊടുക്കാം. അതല്ലെങ്കിൽ നെഗറ്റീവ്, ഓക്കെ, നമ്മളിപ്പോ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന തലത്തിലേക്ക്, ഡിമോഷൻ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ചു. ചിലത് നമുക്കറിയാം, ചില അംഗീകാരങ്ങൾ ചിലർക്ക് അത് അംഗീകരിക്കാൻ പറ്റണമെന്നില്ല അല്ലെ. ചില അംഗീകാരങ്ങൾ അവർക്ക് ഇങ്ങനൊരു എന്താണ് ഒരു ഐഡി കാർഡൊക്കെ ഇട്ട് കൊടുത്തു, അവരങ്ങനെ ഇരുത്തി എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് ചിലത് അംഗീകരിക്കും, എന്നെ അവിടെ കൊണ്ട് ഇരുത്തി എന്നുള്ള ഒരു മൈൻഡിലേക്കൊക്കെ എത്തും. ചിലർക്ക് അതൊന്നും ചിലപ്പോ എന്താണ് നെഗറ്റീവ് ഇംപ്രഷനോട് കൂടിയിട്ടായിരിക്കും അവരത് ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു രീതി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അത് ഫീൽ ചെയ്യുന്നത് നെഗറ്റീവ് ഉള്ള ഇതിലെയാണ് എങ്കിൽ അത് കൊടുക്കാതിരിക്കാനായിട്ട് തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. ഈ റിവാർഡുകൾ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ തന്നെ എത്തിപ്പെടേണ്ടതുണ്ട് അല്ലെ. അവര് ബിഹേവ് ചെയ്യുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡോട് കൂടിയിട്ടാണോ എന്നുള്ളത് എപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട്. അതാണ് ശരിയായിട്ട് ഷെഡ്യൂൾ ചെയ്താൽ മാത്രമാണ് അല്ലെ പ്രതിഫലം നൽകുന്നതിന് മാത്രമാണ് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല, നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് ആയിരിക്കും നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് ശക്തിപ്പെടുത്തുന്നു അല്ലെ. അവരെ ശക്തിപ്പെടുത്തുന്നതാണോ ഈ റിവാർഡ്സ് എന്നുള്ളത് ആദ്യം തന്നെ വിലയിരുത്തണം. ദെൻ ഈ റിവാർഡ്സുകൾ ശക്തിപ്പെടുത്തുന്നതല്ല എങ്കിലും ഒരിക്കലും അത് കൊടുക്കാനായിട്ട് ശ്രമിക്കരുത്, ഷെഡ്യൂൾ ചെയ്യരുത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അതായത് ജീവിതത്തിൽ ഗുണനിലവാരം വേണം അല്ലെ. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺസ്. ഇറ്റ് മീൻസ് opportunities for advancement, creative task and a successful career to a young and drive. Flexible working hours enter in this system. The employees are free to choose within certain limitations at what time they can and quit their job each day. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ അവർക്ക് തന്നെ വർക്കേഴ്സിന് തന്നെ അവരുടെ സമയം, ഇപ്പൊ ഓൺലൈൻ കാര്യങ്ങളൊക്കെയാണ് അല്ലെ, അവരുടെ നല്ല എഫേർട്ട് അല്ലെ, അവിടെയുള്ള ഓരോ വർക്കേഴ്സിന്റെയും മാക്സിമം എഫേർട്ട് നേടിയെടുക്കാനായിട്ട് അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സമയമൊക്കെ അനുവദിച്ചു കൊടുക്കുക. അതായത് അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സമയങ്ങളൊക്കെ അതൊരു ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ഒക്കെ കൊടുക്കുക അല്ലെ. അവർക്ക് ഇഷ്ടപ്പെട്ട ചേഞ്ചിങ് എന്താണ് ഷിഫ്റ്റുകളൊക്കെ അവരുടേതായിട്ടുള്ള അവിടെയുള്ള വർക്കേഴ്സിൻ്റെതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ അവൈലബിൾ ആക്കി കൊടുക്കുക. നമുക്ക് തീർച്ചയായിട്ടും അറിയാം, ഇപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ചിട്ട് കഴിവുള്ള വ്യക്തികളാണ്, പക്ഷെ അവരെ ആ കഴിവ് നേടിയെടുക്കണമെങ്കിൽ ചില സമയവും കാര്യമൊക്കെ ഉണ്ട് ഇല്ലേ, ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. പ്രധാനപ്പെട്ട കുറെ കഴിവുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടെ ഒരു ടൈം അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ടൈം ഷെഡ്യൂളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ എന്താണ്, അതൊരു ടെക്നിക്കാണ്. അവരെ ഈ സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അല്ലെ. നല്ല ഏബിൾ ആയിട്ടുള്ള പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അവരുടെ സമയത്തിനനുസരിച്ചിട്ട് തന്നെ സമയക്രമത്തിൽ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക അല്ലെ. ക്വാളിറ്റി ഓഫ് ലൈഫ്, വർക്ക് ലൈഫ് അവരുടെ സമയത്തിന് ഏത് നല്ല സമയത്താണ് അവർക്ക് നല്ല ഗുണമേന്മയുള്ള വർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതോ ആ ടൈം അവർക്ക് അവൈലബിൾ ആക്കി കൊടുക്കാം. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺസ് അല്ലെ, വ്യത്യസ്തമാണ് ഓരോ പേഴ്സന്റെയും കാര്യം എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെന്റ്, ക്രിയേറ്റീവ് ടാസ്ക് ആൻഡ് സക്സസ്ഫുൾ അല്ലെ. ഒരു സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കർമ്മകളൊക്കെ ചെയ്യുന്നതൊക്കെ ആയിട്ട് വരുമ്പോൾ അത് വിജയപ്രദമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ലിമിറ്റഡ് ദിസ് സിസ്റ്റം. അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് അവർക്ക് അനുയോജ്യമായിട്ടുള്ള വഴങ്ങുന്ന തരത്തിലുള്ള സമയങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കാം. The employees are free to choose with certain limitations at what time they begin and quit their job each day. അവിടെ വരുമ്പോഴേ നമുക്കറിയാം ഇവിടെ ഒരു ഡ്രോബാക്സ് ഒക്കെ ഉണ്ട്. കാരണം ചില സമയത്ത് ഏത് സമയം അവരെ പ്രിഫർ ചെയ്യാന്ന് അറിയില്ല അല്ലെ. ചില ആഴ്ചയിൽ ചിലപ്പോഴെങ്കിൽ അവരുടെ സമയങ്ങൾ എപ്പോ അവസാനിക്കുന്നു എന്നറിയില്ല. വിത്തിൻ സർട്ടൻ ലിമിറ്റേഷൻസ് ആയിട്ട് what time they begin and quit their job each day. എപ്പോ വർക്കുകളൊക്കെ അവസാനിക്കും. കാര്യം അവര് നല്ല കഴിവുള്ള വ്യക്തികളൊക്കെയാണ്, പക്ഷെ അവരിൽ നിന്ന് ബെറ്റർ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് ഏൺ ചെയ്തെടുക്കണമെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അത് എപ്പോ തുടങ്ങുമെന്നോ എപ്പോ അവസാനിക്കുമെന്നോ ഒന്നും കൃത്യമായിട്ട് പ്രവചിക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ ഇതുവരെ സ്ട്രാറ്റജിക് ആണ് അല്ലെ, ഒരു മോട്ടിവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ആണ് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, നല്ല കഴിവുള്ള പേഴ്സൺസിനൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ടെക്നിക്ക് കൂടിയാണ്. ഓക്കെ,
ഓക്കെയാണോ? നമ്മളിപ്പോ കണ്ടത് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ അല്ലെ, അവരെ പ്രചോദിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നിക്സ്, അവർക്ക് ഇഷ്ടപ്പെട്ട ടൈമുകളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനൊക്കെ ആയിട്ടുള്ള താല്പര്യമുണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഏതെങ്കിലുമൊക്കെ പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെയാണോ? ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണോട്ടോ. നമ്മളെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് പോകുന്നുണ്ട്, അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും ജസ്റ്റ് വായിച്ചു പോവുക, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ബുദ്ധിമുട്ടായിരിക്കും. പെർഫോമൻസ് അപ്രൈസൽ തുടങ്ങിയാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഓക്കെ ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് കുട്ടികളൊന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.